പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. അറബ് ലോകത്ത് വളരെ പ്രസിദ്ധമായ ഒരു സുന്നി പണ്ഡിതനാണ് അഹ്മദ് അൽ ഖുബൈസി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഇറാഖിലാണ്. പക്ഷെ അദ്ദേഹം അറബ് നാടുകളിൽ ധാരാളം സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും ഒരുപാട് രാഷ്ട്രങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളുടെ തലവനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മദീന മുനവ്വറയിലെ ജാമിയത്തുൽ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയുടെ സുപ്രീം കൗൺസിൽ അംഗമായിരുന്നു അദ്ദേഹം. അതോടൊപ്പം ജാമിയത്തുൽ ഇമാറാത്ത് UAE ഇമാറാത്ത് യൂണിവേഴ്സിറ്റിയുടെ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ തലവനായിരുന്നു അദ്ദേഹം. മാത്രമല്ല ഇറാഖിലെ ജാമിയത്തുൽ ഇസ്ലാമിയയുടെയും തലവനായിരുന്നു അദ്ദേഹം. അങ്ങനെ ധാരാളം സ്ഥാനങ്ങൾ വഹിക്കുന്ന ഈ വ്യക്തി 2014 നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന, അദ്ദേഹം ദിജ്ല എന്ന് പറയുന്ന ജോർദാനിൽ പ്രവർത്തിക്കുന്ന ഇറാഖിന്റെ ഒരു ചാനലാണ് ദിജ്ല എന്ന് പറയുന്നത്. ഈ ദിജ്ല ചാനലിൽ അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിലാണ് അറബ് ലോകത്ത് വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹത്തോട് ആ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത്, ഇപ്പോൾ ഇറാഖിൽ ISന്റെ കടന്നുവരവോടുകൂടെ ഇന്ന് നാം കേൾക്കുന്നത് ധാരാളം അമ്പിയാക്കളുടെ പേരിലുള്ള പള്ളികളും അമ്പിയാക്കളുടെയൊക്കെ കബറിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റുന്ന ഒരു ദുരന്തമാണ് ഇന്ന് കാണുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ഈ ISനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നത് നമുക്ക് കേൾക്കാം. ചോദ്യം ഇങ്ങനെയായിരുന്നു: اليوم تشهد الموصل تفجير يعني مراقد الأنبياء وقبورهم ومساجدهم، هل هذا من الإسلام بشيء؟ يعني يا ابني قلت لك والله يهودي، خلي اسمعني هالكلب ابن الكلب والله العظيم عميل يهودي. هو نفسه يقول له على شو اسمه هذا الشلف اسمه أبو بكر بغدادي. هو هذا أبو بكر هذا واحد عميل يهودي لا أكثر ولا أقل. ഈ വിഷയം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കുകയായിരുന്നു. കെൽബ് ബിൻ കെൽബ്, പട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂബക്കർ ബഗ്ദാദിയെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നത്. കാരണം അദ്ദേഹം നിലനിൽക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ ഇറാഖിൽ ഇത്രയും വലിയ ഒരു പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ തീവ്രവാദി സംഘമായതുകൊണ്ട് തന്നെ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നു. അബൂബക്കർ ബഗ്ദാദിയെ കുറിച്ച് അദ്ദേഹം പട്ടി എന്ന പരാമർശം വരെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇതിന് സമാനമായ വിഭാഗം ഖവാരിജികളെ കുറിച്ച് പറഞ്ഞത് കിലാബു അഹ്ലിന്നാർ, നരകത്തിലെ പട്ടികളാണ് എന്ന് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ആ രൂപത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു സിനാ യഹൂദിയ, അത് യഹൂദിയുടെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണെന്ന് അദ്ദേഹം കൃത്യമായി പറയുകയാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, والله داعش وماعش والنصرة وحتى محمد عبد الوهاب أبو الوهابية كلهم صناعة يهودية بالمية وخلي يقتلوني إذا شوف. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു. അദ്ദേഹം പറയുന്നു ദായിഷ് മായിഷ് ഈ ജാതി എല്ലാം, അതോടൊപ്പം വഹാബികളും അതുപോലെ അബുൽ വഹാബിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ അടക്കം വഹാബികളുടെ തലവനായ അല്ലെങ്കിൽ വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അടക്കം അദ്ദേഹം പറയുന്നു അത് യഹൂദികളുടെ പ്രൊഡക്റ്റാണ്, യഹൂദികൾ നിർമ്മിച്ചതാണ് എന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയാണ്. وانا مسؤول عن هذا الكلام امام رب العالمين. اذا كان مو صحيح الله يحضر جهنم لانه تكون على علماء واصحاب دين. അദ്ദേഹം പറയുകയാണ് 100% അത് യഹൂദികളുടെ ഒരു ക്രിയേഷൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ വിഷയത്തിൽ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് തെറ്റാണെങ്കിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കട്ടെ എന്ന് വരും അദ്ദേഹം പറയുകയാണ്. കാരണം ഇത് പണ്ഡിതന്മാരുടേത് പറയേണ്ട ദൗത്യമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരം തുടരുന്നത്. والله حركة يهودية يعني مرتبة ترتيبا لتمزيق الأمة وقد مزقته. هذا التمزيق الأولي بعد تمزيق أكثر. ഇത് യഹൂദികളുടെ നീക്കത്തിന്റെ ഭാഗമാണെന്ന് മാത്രമല്ല വളരെ പ്ലാനഡ് ആയിട്ട് തന്നെ ജൂതന്മാർ തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗം മാത്രമാണിതെന്നും ഇത് മുസ്ലിം ഉമ്മത്തിനെ ഛിന്ന ഭിന്നമാക്കുക എന്ന പദ്ധതിയുടെ ബാക്കി പത്രമാണ്, മാത്രമല്ല അതിന് അവർക്ക് സാധിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വാർത്ത. അത് അറബ് ലോകത്ത് വലിയ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരുന്നു. ഇമാറാത്ത് കോടതിയിലായിരുന്നു ഒരു സൗദി പൗരൻ അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ അത് കോടതി തള്ളുകയായിരുന്നു. കാരണം അത് അവിടെയല്ല, ഒരു വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ അതിന് പ്രസക്തിയില്ല എന്നായിരുന്നു. പക്ഷെ സൗദിയുടെ വക്കീൽ വാദിച്ചത് അദ്ദേഹം ഇമാറാത്തിൽ നിന്നല്ല പറഞ്ഞതെങ്കിൽ പോലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതിന്റെ അലയൊലികൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിലും കോടതി അത് തള്ളിക്കളയുകയാണ് ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും പിന്നീട് ജോർദാനിൽ അദ്ദേഹത്തിന്റെ കേസ് വന്നിട്ടുണ്ട്. കാരണം ജോർദാനിലാണല്ലോ ചാനൽ നിൽക്കുന്നത്. ഏതായിരുന്നാലും ഈ അഹ്മദ് അൽ ഖുബൈസി എന്ന് പറയുന്ന പ്രമുഖനായ അറബ് ലോകങ്ങളിൽ വളരെയധികം
പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ ഒരു വാർത്ത സത്യസന്ധമാണോ എന്ന് നമുക്ക് മറ്റൊരു തലങ്ങളിലൂടെ പരിശോധിക്കാം. 2014 ഇൻഡിപെൻഡന്റ് പത്രം, ബ്രിട്ടന്റെ പത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത നമ്മൾ വായിക്കുക. ക്യാമ്പ് ബുക്ക, അതായത് ഇറാഖ് യുദ്ധം നടക്കുന്ന സമയത്ത് ഇറാഖിന്റെയും കുവൈത്തിന്റെയും ബോർഡറിൽ ഒരു ക്യാമ്പ്, ഒരുപാട് ആളുകളെ പിടിച്ച് ജയിലിലടച്ച വലിയൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിന്റെ പേര് ക്യാമ്പ് ബുക്ക എന്നാണ്. അതിനെക്കുറിച്ച് ബ്രിട്ടന്റെ പത്രം പറയുകയാണ്, ദ US prison that become the birthplace of ISIS. ISന്റെ ഒരു ജന്മസ്ഥലമായിരുന്നു ബുക്ക എന്ന് പറയുന്ന ഈ ക്യാമ്പ്. ഈ അമേരിക്കയുടെ ക്യാമ്പിൽ വെച്ചാണ് IS എന്ന് പറയുന്ന ലോകത്തിന് ഭീതി വരുത്തുന്ന അല്ലെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനമാകുന്ന ഈ ഒരു തീവ്രവാദ സംഘടന രൂപപ്പെട്ടത് എന്ന് ബ്രിട്ടന്റെ പത്രം തന്നെ വളരെ കൃത്യമായി വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ബ്രിട്ടന്റെ പഴയ ഒരു സൈനിക മേധാവി പറഞ്ഞ മറ്റൊരു റിപ്പോർട്ടും കൂടെ നമുക്ക് പത്രത്തിൽ കാണാൻ പറ്റും. ഞങ്ങൾ തന്നെയാണ് ഈ ദായിഷ് അല്ലെങ്കിൽ ISനെ ക്രിയേറ്റ് ചെയ്തത്, പക്ഷെ അവർക്കെതിരെയുള്ള യുദ്ധത്തിന് വേണ്ടിയുള്ള മുറവിളി കൂട്ടുന്നതും ഞങ്ങൾ തന്നെയാണ് എന്ന് അവർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അതുപോലെ തന്നെ വി ആർ ദി മൈറ്റി എന്ന് പറയുന്ന ഒരു മിലിറ്ററി ചാനലിൽ നമുക്ക് ഇതിന് സമാനമായ വാർത്ത കാണാൻ കഴിയും. ഫോമർ US മിലിറ്ററി ഇന്റലിജൻസ് ചീഫ്, മുൻ US രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മേധാവി, അദ്ദേഹമാണ് പറയുന്നത്, വി ന്യൂ സംതിങ് ലൈക്ക് IS വാസ് കമ്മിങ്. IS വരുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു എന്ന ഒരു തലക്കെട്ടോടുകൂടെ വരുന്ന ഈ ഒരു ലേഖനത്തിൽ കാണാം. DIA എന്ന് പറഞ്ഞാൽ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി അനാലിസിസ് ഫ്രം ഓഗസ്റ്റ് 2011 വാർണിംഗ് ദാറ്റ് ദി ക്യൂസ് ഇൻ സിറിയ could allow for the creation of a Salafist enclave. അവിടെ പറയുന്നത് സിറിയയിൽ ഒരു സലഫികളുടെ കീഴിലുള്ള വലിയൊരു തീവ്രവാദ വിഭാഗം അവിടെ ഒരു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ വരാൻ പോകുന്നുണ്ട് എന്ന കാര്യം ഞങ്ങൾക്ക് മുൻകൂട്ടി 2012 തന്നെ ഞങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത്. കാരണം 2014 അവർ ഈ ബുക്ക എന്ന് പറയുന്ന ക്യാമ്പിൽ നിന്ന് തീവ്രവാദികളെ വിട്ടയച്ച് അത് വളരെ കൃത്യമായ രൂപത്തിൽ വളരെയധികം അറേഞ്ച്ഡ് ആയിക്കൊണ്ട് തന്നെ ആ കൃത്യം നിർവഹിക്കാനുള്ള പദ്ധതിയായിരുന്നു അവർ ഏർപ്പാട് ചെയ്തിരുന്നത്. ഏതായിരുന്നാലും സെലഫികളെ ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഈ വഹാബി പ്രസ്ഥാനങ്ങളെ ഉപയോഗപ്പെടുത്തി അമേരിക്കയും ബ്രിട്ടനും ചരിത്രങ്ങളിൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള എന്തെല്ലാം നെറി നായാട്ടുകളുണ്ടോ, ഇന്ന് മുസ്ലിം ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ പേര് ദോഷം വരുത്തിയിട്ടുള്ള തീവ്രവാദം എന്ന് പറയുന്ന ഈ വാക്ക് അത് അമേരിക്കയുടെ നിർമ്മിതിയാണ്, അത് ബ്രിട്ടന്റെ നിർമ്മിതിയാണ്. മാത്രമല്ല, ഈ നിർമ്മിതിക്ക് അവർ ഉപയോഗപ്പെടുത്തിയ ഒരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു ഈ വഹാബിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സലഫിസം എന്ന് പറയുന്നത്. നേരത്തെ അഹ്മദ് അൽ ഖുബൈസി പറഞ്ഞ വാർത്ത വളരെ പ്രസക്തമാണ്. ഇവിടെ മുസ്ലിങ്ങളിൽ ഭിന്നതയുണ്ടാക്കി. നമുക്കറിയാം, അത് ആഫ്രിക്കൻ നാടുകളിലായാലും ഏഷ്യൻ നാടുകളിലും അറബ് നാടുകളിലൊക്കെ ആണെങ്കിലും ഈ സലഫിസം എന്ന പ്രസ്ഥാനമാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ ചിഹ്നതയും ഭിന്നതയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ന് സലഫി പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ആശയവും മുമ്പ് ഒരു ഭൂഖണ്ഡങ്ങളിലുള്ള അറബ് ഭൂഖണ്ഡം പോയിട്ട് ഒരു ഭൂഖണ്ഡങ്ങളിലുള്ള ഒരാൾക്കും ഇസ്ലാമിൻ്റെതായിട്ട് അറിയില്ല എന്നത് സത്യമാണ്. പക്ഷെ അവർ ബ്രിട്ടന്റെ സഹായത്തോടുകൂടെ അതുപോലെ അമേരിക്കന്റെയും ജൂതന്മാരുടെയും സഹായത്തോടുകൂടെ നിർമ്മിക്കപ്പെട്ട ഒരു പ്രത്യേകമായ ഒരു ഐഡിയോളജിയാണ് വഹാബിസം എന്ന് പറയുന്നത്. പക്ഷെ ഒരുപാട് ആളുകൾ ആ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നത് സത്യം പറഞ്ഞാൽ അതാണ് യഥാർത്ഥ തൗഹീദ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ്. ആദ്യമായി അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈ തീവ്രവാദി പ്രസ്ഥാനത്തിന്റെ പേര് നൽകപ്പെടുകയും അത് നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നത് തന്നെ തൻലീം തൗഹീദ് വൽ ജിഹാദ്. ജിഹാദ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ മുജാഹിദുകൾ എന്നാണ് അവർക്ക് അറിയപ്പെടാറുള്ളത്. അങ്ങനെയുള്ള ഒരു ജിഹാദി, ഒരു തീവ്രവാദത്തിന്റെ ഒരു സ്വരത്തോടു കൂടെയാണ് ഇവർ അറിയപ്പെടാറ്. അതുപോലെ തന്നെ തൗഹീദ്, അതുപോലെ തന്നെ ജിഹാദ്, ഈ പേരുകളിലാണ് പഴയകാലം മുതലേ ഇത്തരത്തിലുള്ള പുത്തൻ കക്ഷികൾ അല്ലെങ്കിൽ തീവ്രവാദ ഖവാരിജ് വിഭാഗങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. നമുക്കറിയാം, പഴയ കാലത്തുണ്ടായിരുന്ന മുഅ്തസിലത്ത് എന്ന് പറയുന്ന വിഭാഗം അസ്ഹാബുൽ അദ്ലി വത്തൗഹീദ്, അവരുടെയും പേര് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ തൗഹീദ് ജമാഅത്ത് എന്നാണ് സലഫികളെ അവിടെ അറിയപ്പെടുന്നത്. അതിന് നമ്മൾ ശ്രീലങ്കയിൽ പോയാലും അവിടെയും തൗഹീദ് ജമാഅത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇപ്പോൾ ആഫ്രിക്കൻ നാടുകളിൽ പോയാലും ഈ സലഫി തീവ്രവാദികളുടെ പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും മുസ്ലിങ്ങൾക്കിടയിൽ, കുടുംബങ്ങളിലും മുസ്ലിം സമൂഹത്തിനിടയിലൊക്കെ ഭിന്നതകൾ സൃഷ്ടിക്കാൻ
ഈ ഒരു പ്രസ്ഥാനത്തിനെ കൊണ്ട് ഈ പറയുന്ന പാശ്ചാത്യർക്കും ജൂതന്മാർക്കും സാധിച്ചു എന്നാണ് അഹമ്മദ് അൽ ഖുബൈസി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതൊരു സത്യസന്ധമായ ഒരു വാർത്തയായിട്ട് തന്നെയാണ് നമുക്കൊക്കെ ഇന്നത്തെ ചുവരെഴുത്ത് വായിക്കുന്ന ആർക്കും ബോധ്യപ്പെടുക. ഇനിയും ധാരാളം ഇത്തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം പറയാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ഒരു ഷെറിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് ഇത്രയും വലിയ ചീത്ത പേരുണ്ടാക്കാൻ സഹായകമായിട്ടുള്ള ഈ സലഫി പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന തീവ്ര പ്രസ്ഥാനങ്ങൾ തൊട്ട് നമ്മുടെ എല്ലാ ബന്ധപ്പെട്ടവരെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.